ഇതിലും ഖൈറായ നിലയിൽ അവന്റെ ജന്നാത്തുൽ നഈമിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കബീർ സാഹിബ്, അദ്ദേഹം ഉൾപ്പെടെയുള്ള 5 സഹോദരങ്ങളാണ്. അവരുടെ മാതാവായ റഹ്മാ ബീവി മരണപ്പെട്ടിരുന്നു 1 വർഷം തികയുകയാണ്. അമ്മയുടെ ഖബറിലേക്ക് പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബത്തിൽ നിന്നും 6 ഖതമുൽ ഖുർആനുകൾ, അതുപോലെ തന്നെ 250 യാസീൻ, 1.25 ലക്ഷം ദിക്ർ ഓതി പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ കുറവുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് പരിപൂർണമായ അർത്ഥത്തിൽ അതിനെ സ്വീകരിക്കുമാറാകട്ടെ. ആ ഉമ്മയുടെ ഖബറിലേക്ക് പരിപൂർണമായും അതിന്റെ മിസ്ല സവാബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഷാജി പാൾട്ടർ ഉമ്മ ബാത്തുമ ബീവിയുടെ 5ാം ആണ്ടാണ്. പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരി, ആ ഉമ്മയുടെ ഖബറിൽ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസീന ബീവി നിലമേൽ ഉമ്മ ഷരീഫ ബീവിയുടെ ശരീരസുഖത്തിനും എല്ലാ രോഗങ്ങൾ മാറുന്നതിനു വേണ്ടിയും പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മയുടെ ശരീരത്തിന്റെ അസുഖവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെല്ലാം മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യം ബറക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സഹോദരൻ കല്ലറയിൽ നിന്നും മകൾ ഹിസയ്ക്ക് വേണ്ടി പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മകളെ സ്വാലിഹത്തായ ഒരു മകളാക്കി വളർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആസിഫ് പള്ളിക്കൽ ജോലിയുടെ ബറക്കത്തിന് വേണ്ടിയും ജോലിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയും പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന്റെ ജോലിയിൽ എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഉയർച്ചയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസിൻ നഹാസ് പള്ളിക്കൽ ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരനെ ഏറ്റവും ഖൈറായ നിലയിലുള്ള ജോലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷമീർ ഖാൻ നാഗരൂഴി കുടുംബസമേതം ഉംറയ്ക്ക് വേണ്ടി പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിലുള്ള ഉംറയ്ക്ക് വേണ്ടിയിട്ടുള്ള യാത്രയെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിപൂർണമായ നിലയിൽ ആ ഉംറ പൂർത്തീകരിക്കാൻ, ആ ഖൈറായ നിലയിൽ ആ യാത്രയെല്ലാം സംഭവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അബ്ദുൽ റഹീം ആറ്റിങ്ങൽ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിൽ മരണപ്പെട്ട ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറിനെ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യവും പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. എല്ലാവരും അവരുടെ മുറാദുകൾ മനസ്സിൽ പ്രത്യേകം കരുതുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ എളുപ്പമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആയിലേക്ക് പ്രവേശിക്കുക. الحمد لله رب العالمين حمدا طيبا مباركا فيه على كل حال حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك انت كما اثنيت فلك الحمد حتى ترضى. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. اللهم اوصل وبلغ مثل الثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة نبينا ومنجينا ومرشدنا ومصطفى محمد صلى الله عليه وسلم. اللهم ارزق
وارزقنا في الدنيا زيارته وفي المنام مصافحته وفي الآخرة شفاعته ولا تحرمنا رؤيته وابردنا حوله المورود واحشرنا غدا تحت ظل لبائه الموقود وإلى حضرات آبائه وإخوانه من الأنبياء والمرسلين. اللهم احفظ علينا من فيوضاتهم وأسرارهم وبركاتهم وعلومهم في الدين والدنيا والآخرة. اللهم أمدنا بمددهم واحمنا بحمايتهم وانصرنا بنصرتهم يا خير الناصرين. اللهم بحقهم وبجاههم وببركاتهم وبكراماتهم يسر عسيرنا وسهل أمورنا واشف أمراضنا واحسن مرادنا وادفع بلياتنا وأد ديوننا وارحم موتانا يا أرحم الراحمين. അല്ലാഹു യാ റഹ്മാനുർ റഹീമായ ദയാലുവായ കരുണയുള്ള കൃപയുള്ള റഹ്മാനെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടുന്ന നീ കബൂലാക്കണം അല്ലാഹ്. ഇതിലും ഖൈറായ നിലയിൽ നിന്റെ ജന്നാത്തുൽ നഈമിൽ നാം ഏവരെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം അല്ലാഹ്. അല്ലാഹുവേ, നാം ഇവിടെ ഓതി വെച്ചതായ സൂറത്തുകൾ, അദ്കാറുകൾ, മറ്റു സ്വലാത്തുകൾ, സലാമുകൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. ശേഷം അവിടുത്തെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, ബദരീങ്ങൾ, ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞു പോയ മുൻഗാമികളായ മുഴുവൻ പണ്ഡിതന്മാർ, അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, കുടുംബക്കാർ, നാട്ടുകാർ, വീട്ടുകാർ, വിശിഷ്യ അല്ലാഹുവേ, ഇവിടെ ഏതൊരു മുറാദിന്റെ പേരിലാണോ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ആ ഉമ്മയുടെയും ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. പരിപൂർണമായ നിലയിൽ അതിന്റെ കുറ്റങ്ങളും കുറവുകളും എല്ലാം പരിഹരിച്ചുകൊണ്ട് അല്ലാഹുവേ നീ എത്തിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതായ വലുതായ രഹസ്യമായ പരസ്യമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അപരാധങ്ങളും നിന്റെ മഹത്തരമായ ഫള് കൊണ്ട് നീ പുറത്തു നൽകണം അല്ലാഹ്. അല്ലാഹുവേ, നീ പുറത്തു നൽകണം അല്ലാഹ്. ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്തു പോയ തെറ്റുകളുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, വലിയ പാപങ്ങൾ ഉൾപ്പെടെ ചെയ്തു പോയപ്പോൾ അവരുടെ റഹ്മാനെ നിന്റെ മഹത്തരമായ ഫള് കൊണ്ട് നീ പുറത്തു നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ചുറ്റും ധാരാളം ആളുകൾ ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് റഹ്മാനെ. അവരുടെ രോഗങ്ങളിൽ നിന്നും അവർക്ക് നീ മോചനം നൽകണം അല്ലാഹ്. അവർക്ക് നീ ആരോഗ്യം നൽകണം അല്ലാഹ്. അവർക്ക് നീ ആഫിയത്ത് നൽകണം അല്ലാഹ്. അവർക്ക് നീ സിഹത്ത് നൽകണം അല്ലാഹ്. സർവോപരി നിന്റെ ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. വിശിഷ്യ അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾ അവരുടെ ബന്ധുമിത്രാദികൾ ആരെല്ലാം, അവരുടെ ബന്ധപ്പെട്ടവരിൽ നിന്ന് ആരെല്ലാം മൺമറഞ്ഞു പോയവരുണ്ടോ അല്ലാഹുവേ, വിശിഷ്യ ഉമ്മയുടെ ഖബറിനെയും നീ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ആരെല്ലാം ഉണ്ടോ അവരുടെ എല്ലാ ഖബറിലെ ചോദ്യോത്തരവേളയിൽ നീ എളുപ്പം നൽകണം അല്ലാഹ്. അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അല്ലാഹുവേ സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകളും തെറ്റുകുറ്റങ്ങളെയും എല്ലാം നിന്റെ മഹത്തരമായ ഫള് കൊണ്ട് നീ പുറത്തു നൽകണം അല്ലാഹ്. അവരുടെ ചോദ്യോത്തര വേളയിൽ നീ എളുപ്പം നൽകണം അല്ലാഹ്. പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ നീ ഉറങ്ങണം അല്ലാഹ്. പുതുമണവാട്ടി ഉറങ്ങുന്നത് പോലെ നീ അവരെ എല്ലാം ഉറക്കണം അല്ലാഹ്. കണ്ണെത്താ ദൂരത്തോളം നീ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. ഞങ്ങളുടെ ജീവിതങ്ങളിലെല്ലാം സന്തോഷം പ്രദാനം ചെയ്യണം അല്ലാഹ്. സമാധാനം നൽകണം അല്ലാഹ്. സ്വസ്ഥത നൽകണം അല്ലാഹ്. അഭിവൃദ്ധി നൽകണം അല്ലാഹ്. നിന്റെ ഹലാലായ സമ്പത്തിൽ നിന്ന് ധാരാളം നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. അത് നിന്റെ പരിശുദ്ധമായ ദീനിന് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെലവഴിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. നീ ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളെയും സ്വീകരിക്കണം അല്ലാഹ്. നിനക്ക് തൃപ്തിയുള്ളതായ പ്രവർത്തനങ്ങളായിരിക്കണം റഹ്മാനെ. ഇഖ്ലാസുള്ള പ്രവർത്തനങ്ങളായിരിക്കണം അല്ലാഹ് ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത്. അല്ലാഹുവേ, ഇഖ്ലാസ് ഇല്ലാത്തതിന്റെ പേരിൽ നാളെ നീ ഞങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് കടത്തിവിടാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, അതുകൊണ്ട് ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളിലും ഇഖ്ലാസ് ഉള്ളതാക്കി തീർക്കണം അല്ലാഹ്. നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണം അല്ലാഹ്. ഹിദായത്ത് നൽകണം അല്ലാഹ്. ഈമാൻ ഉറപ്പോടുകൂടി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. ഏതൊരു സാഹചര്യത്തിലായിരുന്നാലും സന്ദർഭത്തിലായിരുന്നാലും നിന്നിലേക്ക് ഇങ്ങനെ കരങ്ങൾ ഉയർത്തി നിന്നെ ഇബാദത്ത് ചെയ്യാൻ, നിന്നിലേക്ക് ദുആ ഇറക്കാൻ
നടക്കാൻ കഴിയുന്ന രീതിയിൽ ആരോഗ്യം ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ഏതൊരു സാഹചര്യത്തിലായിരുന്നാലും നിന്നെ ഇബാദത്ത് ചെയ്യാൻ മറന്നു പോകുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാഹ്. ആ വിഷയത്തിൽ അലസത കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാഹ്. അല്ലാഹു റഹ്മാനുർ റഹീമായ അല്ലാഹ്, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്. മരിക്കുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിന്റെ ഫോട്ടോയെ കണ്ടുകൊണ്ട് പുഞ്ചിരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. ഞങ്ങളുടെ വീട്ടുകാരിൽ ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. ഞങ്ങളുടെ ഭവനങ്ങളിൽ ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. ഞങ്ങളുടെ തൊഴിലുകളിൽ കച്ചവടങ്ങളിൽ ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. ഞങ്ങളുടെ സമ്പത്തിൽ ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. ധാരാളം ആളുകൾ കടം കൊണ്ട് വലിയുന്നവരുണ്ട് അല്ലാഹ്. അവരുടെ കടങ്ങളിൽ നിന്നും അവർക്ക് നീ മോചനം നൽകണം അല്ലാഹ്. ധാരാളം ആളുകൾ അല്ലാഹുവേ സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റഹ്മാനേ. അവർക്ക് നീ സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണം അല്ലാഹ്. സ്വന്തമായ ഒരു വിഭവനമില്ലാതെ ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് റഹ്മാനേ. അവർക്ക് നീ സ്വന്തമായ ഒരു ഖൈറായ ബറക്കത്തായ വീട് നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ജോലി നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളെയും നീ സ്വീകരിക്കണം അല്ലാഹ്. അവരുടെ പ്രവർത്തനങ്ങളെ നീ സ്വീകരിക്കണം അല്ലാഹ്. അവരുടെ ദൗത്യങ്ങളെ നീ സ്വീകരിക്കണം അല്ലാഹ്. അവരുടെ ഇബ്രാഹിമിനെ നീ സ്വീകരിക്കണം അല്ലാഹ്. ഇവിടത്തെ പാവങ്ങളായ മക്കള് ആ ആഹാരങ്ങൾ കഴിച്ച് അൽഹംദുലില്ലാഹ് പറയുമ്പോൾ റബ്ബേ, അവർക്ക് നീ നാളെ സ്വർഗ്ഗത്തിലെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. അവർക്ക് നീ നാളെ സ്വർഗ്ഗത്തിലെ ഭക്ഷണം നൽകണം അല്ലാഹ്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹ്. ഒരുപാട് പേരുടെ വീട്ടുകാർ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരുടെ റഹ്മാനെ, അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. ധാരാളം ആളുകൾ കുടുംബത്തിന് ബറക്കത്തിന് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനെ, അവർക്ക് നീ അവരുടെ കുടുംബങ്ങളിൽ ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. ധാരാളം ആളുകൾ ജോലിയിൽ ബറക്കത്തിന് വേണ്ടി ഖൈറായ ജോലി കിട്ടുന്നതിന് വേണ്ടി എല്ലാം ദുആ ചെയ്തിട്ടുണ്ട് അല്ലാഹ്. അല്ലാഹുവേ, ഓരോരുത്തരുടെയും ഹലാലായ മുറാദിനെ നീ ഹാസിലാക്കി നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. അല്ലാഹുവേ, എന്റെയും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നവരുടെയും ഈ ലോകത്തിലെ മുഴുവൻ ആളുകളുടെയും മനസ്സിൽ എന്താണുള്ളതെന്ന് ഏറ്റവും കൂടുതൽ അറിവുള്ളവൻ നീയാണല്ലോ റബ്ബേ. നീ അലീമാണല്ലോ അല്ലാഹ്. നീ കാഫിയാണല്ലോ അല്ലാഹ്. നീ ഷാഫിയാണല്ലോ അല്ലാഹ്. അതിനെപ്പറ്റി അറിയുന്നവൻ നീയാണ് റഹ്മാനെ. നീ പരിഹരിച്ചു കൊടുക്കണം അല്ലാഹ്. അവരുടെ ആഗ്രഹങ്ങൾ നീ സബലീകരിച്ചു കൊടുക്കണം അല്ലാഹ്. അവരുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവരുടെ ഇടങ്ങേറുകളിൽ നിന്നും അവരുടെ പ്രയാസങ്ങളിൽ നിന്നും നീ മോചനം നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ നാടുകളെല്ലാം ഹിദായത്തിന്റെ കേന്ദ്രമാക്കി നീ മാറ്റണം അല്ലാഹ്. ഹിദായത്തിന്റെ കേന്ദ്രമാക്കണം അല്ലാഹ്. ആലിമീങ്ങളെ കൊണ്ട് നിറക്കണം അല്ലാഹ്. ഹാഫിളീങ്ങളെ കൊണ്ട് നിറക്കണം അല്ലാഹ്. ഈ സ്ഥാപനത്തിനെ ഖിയാമത്ത് നാൾ വരെ ലോകത്തിന് മാതൃകയാകുന്ന തരത്തിൽ നിലനിർത്തണം റഹ്മാനേ. ഈ സ്ഥാപനവുമായി സഹകരിക്കുന്ന ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം നീ ഖൈറും ബറക്കത്തും ചൊരിയണം അല്ലാഹ്. അവരുടെ നിയ്യത്തുകൾക്ക് അടിസ്ഥാനത്തിൽ അവർക്ക് നീ പ്രതിഫലം നൽകണം അല്ലാഹ്. വിശിഷ്യ ഈ സ്ഥാപനത്തിന്റെ സേവകർക്ക് നീ അല്ലാഹു അവർക്ക് ആരോഗ്യം പ്രദാനം ചെയ്യണം അല്ലാഹ്. അവരുടെ കുടുംബങ്ങളിൽ ഐശ്വര്യം പ്രദാനം ചെയ്യണം അല്ലാഹ്. അവർക്ക് നീ ആഫിയത്ത് നൽകണം അല്ലാഹ്. അവർക്ക് നീ ഹലാലായ സമ്പത്ത് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, നീ ഹിദായത്ത് നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണം അല്ലാഹ്. നിന്നിലേക്ക് ഉയർത്തിയിരിക്കുന്ന ഈ കരങ്ങളെ നീ തട്ടിത്തെറിപ്പിക്കില്ല അല്ലാഹ്. പരിപൂർണമായും നീ ഒരുമിച്ച് കൂടല്ല കബൂലാക്കണം അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله. الصلاة على النبي والسلام على الرسول
الرسول الشافع الأبطاهي والحبيب العربي أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله لا إله إلا الله لا إله إلا الله